ക്രിക്കറ്റ് ഉറപ്പായിട്ട് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കളി ജയിക്കും, ചിലപ്പോൾ കളി തോക്കും. പക്ഷെ ഇത്രയും ആൾക്കാരുടെ ഇത്രയും ജെന്യുവൻ സപ്പോർട്ടും ഇത്രയും പ്രാർത്ഥനകൾ കാണുന്ന കുറെ വീഡിയോസും കുറെ മെസ്സേജസും കുറെ റീൽസും വീട്ടിൽ വൈഫ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത്രയും സ്നേഹം എനിക്ക് അറിയിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടും ചെയ്യാം, നെഗറ്റീവായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നതെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. എനിക്ക് ഉറപ്പായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടാണ് എനിക്ക് മനസ്സിലായത് എത്രയാണ് നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നതെന്ന്. പക്ഷെ അതേപോലെ അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുമ്പോൾ അതൊക്കെ സഹിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഉപദേശമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ അത് കറക്റ്റായിട്ടൊന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഫോൺ ഓഫാണ്. ആർക്കും വിളിച്ച് കിട്ടുന്നില്ല, മെസ്സേജസ് ആരും ഡെലിവർ ആവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എൻ്റെ ടീമാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തപ്പോൾ ഔട്ട്സൈഡ് നോയ്സെ കുറച്ച് കട്ട് ചെയ്യാൻ പറ്റി. കാരണം വേൾഡ് കപ്പ് പോലത്തെ ഇത്രയും വലിയ ഒരു സംഭവം നാട്ടിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഔട്ട്സൈഡ് നോയ്സ് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്തു.